എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെ ഓൺലൈനായിട്ട് LBS വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 16-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 16-ാം തീയതി മുതൽ 18-ാം തീയതി രാവിലെ 10 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനും ഉള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ, കോഴ്സുകൾ എന്നിവ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര കോളേജുകൾ വേണമെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര എണ്ണം വേണമെങ്കിലും നൽകാവുന്നതാണ്. വേണമെങ്കിൽ 100 കോളേജ് വേണമെങ്കിൽ 100 നൽകാം. അതായത് നിങ്ങളുടെ താല്പര്യം എത്ര കോളേജിൽ ഓപ്ഷൻ വെക്കണോ, അതുപോലെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ, കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിന് താഴെയുള്ള ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു എന്ന് കരുതുക. ജസ്റ്റ് ഒരു ഉദാഹരണത്തിനാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ 10 ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് അതായത് ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് താഴെയുള്ള ഓപ്ഷൻസ് ഒന്നും ഡിലീറ്റ് ആയി പോകുന്നതല്ല. നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ, അതായത് ഓഗസ്റ്റ് 18-ാം തീയതി വരെ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അന്ന് തന്നെ അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനും നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത, ഏത് ഓപ്ഷനിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നില്ല. അതുപോലെ അലോട്ട്മെൻറ്റ് ട്രയലിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാതിരിക്കണം എന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ കോഴിക്കോടുള്ള ഇപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഓപ്ഷൻ വെച്ചു എന്ന് കരുതുക. ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ് വെച്ചത് എന്ന് കരുതുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി, അതായത് ആ ഒരു കോളേജിൽ എത്ര വിദ്യാർത്ഥികൾ ആ ഒരു നഴ്സിംഗിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവരുടെ റാങ്കിൽ ആർക്കാണ് മുൻഗണനയുള്ളത്, അപ്പോൾ അതിനനുസരിച്ചാണ് അവർക്ക് അഡ്മിഷൻ നൽകപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് നിങ്ങൾ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് എന്നുള്ളത് അനുസരിച്ച് കൊണ്ടാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. ആദ്യം നിങ്ങൾ നൽകിയുള്ള ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ എന്ന് ഇതേ രീതിയിൽ നോക്കും. പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കും. പിന്നീട് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു 19-ാം തീയതിയോടെയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം പ്രത്യേകിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീസോ ഒന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. നിങ്ങൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 5-ന് താഴെയുള്ള 6 മുതൽ 10 വരെയുള്ള ഓപ്ഷൻ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് ഇതിന് മുകളിലുള്ള 1 തൊട്ട് 4 വരെയുള്ള ഓപ്ഷനുകളാണ് പരിഗണിക്കുക. ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസ് അടക്കാവുന്നതാണ്. അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 1000 രൂപയും, അതുപോലെ ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഏകദേശം 23,170 രൂപയുമാണ് ഫീസ് വരിക. സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 25,000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടി വരിക. ഇനി എങ്ങനെയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത്, ആരൊക്കെയാണ് അടക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണ്, അതായത് ആദ്യമായിട്ട് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ചതുപോലെ തന്നെ അവിടെ ഈ ഒരു
ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പേജിൽ ഇതേ രീതിയിൽ ഒരു പച്ച കളറിലായിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബട്ടണിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് ഉണ്ടാവുക. ഒന്ന് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ചലാൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ചലാൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴി ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല, അതിനുശേഷം ആ ഒരു സീറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതും പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ ആ ഒരു വിദ്യാർത്ഥിയെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ പിന്നീട് വേണമെങ്കിൽ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുകയും അതിനുശേഷം ജനറൽ കാറ്റഗറിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുമുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും ഉണ്ടായിരിക്കും. അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള അലോട്ട്മെൻറ്റുകളും അതുപോലെ ബാക്കിയുള്ള ജനറൽ കാറ്റഗറികൾ ഉൾപ്പെട്ട ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് മറ്റൊരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളും നടത്തപ്പെടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം സൗകര്യം ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ട്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണുള്ളത്. ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളെയാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നിങ്ങൾ വീണ്ടും ഈ ഒരു സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് കോളേജായാലും അല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളായിട്ടുള്ള സൈമെറ്റ് സിപാസ് അതുപോലെയുള്ള കോളേജുകൾ ആയിരുന്നാലും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആയിരുന്നാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 15-ാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. 18-ാം തീയതി, അതായത് 16 മുതൽ 18-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ആവശ്യമായിട്ടുള്ള റീഅറേഞ്ച്, എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ റിമൂവൽ, ന്യൂ ഓപ്ഷൻ ആഡിങ് എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള എഡിറ്റിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് INC അപ്രൂവ്ഡ് എല്ലാ കോളേജുകൾക്കും ഗവൺമെൻറ് കോളേജുകൾക്കും ഉണ്ടോ എന്നുള്ളത്. നിലവിൽ പത്തനംതിട്ടയിലെ കോളേജിന് INCയുടെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അത് പുതുതായിട്ട് ആരംഭിച്ച ആ ഒരു നഴ്സിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുന്നതാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കാണാം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 25,000 അല്ലെങ്കിൽ 23,170 രൂപ അല്ലെങ്കിൽ ഈ ഒരു SC/ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അന്നത്തെ ദിവസം തന്നെ അടക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിലവിൽ INCയുടെ കട്ട് ഓഫ് ഡേറ്റ്, അതായത് ഈ ഒരു നഴ്സിംഗ് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ 30 നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതിയും പിന്നീട് 16 മുതൽ 18-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും അതായത് റീഅറേഞ്ച് ചെയ്യാനും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനും അതായത് ഓപ്ഷൻസ് ഏതെങ്കിലും വേണ്ടെന്നെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിനുമൊക്കെ ഈയുള്ള അവസരം ഈ ഒരു ഓഗസ്റ്റ് 16 മുതൽ 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകിയിട്ടില്ലെങ്കിൽ ഉടൻ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജുകളിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാം. നിങ്ങൾ ഇപ്പോൾ വെക്കുന്ന ഓപ്ഷനുകളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുക. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ആ ഒരു ഘട്ടത്തിൽ ഉള്ള വേക്കൻസി അനുസരിച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഫീ പേയ്മെൻറ്റും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു 25,000 രൂപ അല്ലെങ്കിൽ 23,170 രൂപ അല്ലെങ്കിൽ 1000 രൂപ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ അന്ന് തന്നെ അടക്കേണ്ടതുണ്ടോ, എങ്ങനെയാണ് അടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്
ുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കും കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ അതുപോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ചലാൻ വഴിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ചലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചലാൻ ഡൗൺലോഡ് ആയിട്ട് വരും. അപ്പോൾ അത് ഫെഡറൽ ബാങ്കിൻ്റെ ചലാനായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ പൂരിപ്പിച്ച് ആ ഒരു ഫെഡറൽ ബാങ്കിൽ പോയിക്കൊണ്ട് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നൽകി ഏകദേശം 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അത് നിശ്ചിത ദിവസത്തിനാകും, അതായത് ഒരു 20-ാം തീയതി മുതൽ 22-ാം തീയതിക്കുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെടുകയും പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. പിന്നീട് സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 24-ാം തീയതിയാണ്. 24 മുതൽ 29-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആദ്യം അടച്ച ആ ഒരു പൈസ LBS പുതിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 24 മുതൽ 29-ാം തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 31-ാം തീയതിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് 31 മുതൽ 3-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും 31 മുതൽ 6-ാം തീയതി, അതായത് ഈ സെപ്റ്റംബർ 6-ാം തീയതി വരെ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി പിന്നീട് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതായിരിക്കും. പിന്നീട് ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഓപ്ഷൻ നൽകിയിട്ടില്ലെങ്കിൽ ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.